ഹായ് എവരിവൺ. നമ്മളിന്ന് ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ കൊണ്ടുവന്ന് ഒരു 2 കിലോ ചിക്കനുണ്ട്. അത് നന്നായിട്ട് കഴുകി ഇങ്ങനെ കണ്ണാപ്പയുള്ള പാത്രത്തിൽ, അതായത് വെള്ളം ഇങ്ങനെ ഊറിപ്പോകത്തക്കതുപോലെ കഴുകി വൃത്തിയാക്കി കുറേ സമയമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. വെള്ളം മൊത്തം ഊറിപ്പോകണം അതിൻ്റെ. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ വലിയ പീസൊക്കെ നമ്മൾ ഇങ്ങനെ ഇച്ചിരി ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ വലുതായിട്ടാണ് പീസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ അകത്തേക്ക് ഉപ്പും അരപ്പും ഒക്കെ പെരളാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് പോന്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പീസുകൾ. അപ്പോൾ ഇതിനകത്തേക്ക് അരപ്പും ഉപ്പുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഉപ്പിട്ടു. ഇനി നമ്മളിടുന്നത് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഈ മീറ്റിലേക്ക് പിടിക്കത്തക്കതുപോലെ മഞ്ഞൾ പൊടി വിതറി കൊടുക്കുന്നു. പിന്നെ നമ്മളിടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് നല്ല ഒരു സ്പൂണ് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കടുക് വറുക്കുമ്പോൾ അതിലും ഇടാം. അപ്പോൾ അതിട്ടു. ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയും കൂടി ഇതിലേക്കിട്ട് കുരുമുളക് പൊടി അതും കൂടെ ഇട്ട് നമ്മൾ ഇളക്കി അരമണിക്കൂർ വയ്ക്കാൻ പോകുന്നു. ഓക്കെ, ഇത് നമ്മൾ അരപ്പ് മസാല എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു വലിയ 2 സവാള അരിഞ്ഞ് ഒരിത്തിരി വെളിച്ചെണ്ണയ്ക്കകത്ത് ഒന്ന് മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഒരുപാട് അങ്ങ് ഫ്രൈ ഒന്നും ആവണ്ട. ഒന്ന് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഇത് നമ്മൾ തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കുകയാണ്. അരച്ചാണ് ഇന്ന് ഇത് ചിക്കന് ചേർക്കുന്നത്. ഓക്കെ, നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ തുടങ്ങി. ഉരുളി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, തിളച്ച് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിടുന്നത് ഇത്തിരി മസാലകൾ, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം കൂടെ അങ്ങോട്ട് ഇടുന്നു. അതങ്ങോട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിടുന്നത് ഇൻഗ്രീഡിയൻസായിട്ട് നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. തേങ്ങാക്കൊത്ത്, ചെറിയുള്ളിയാണ് നമ്മൾ ചേർക്കുന്നത്, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. നമ്മൾ പേസ്റ്റ് ചേർത്തതാണെങ്കിലും നമ്മളിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ലാതെയും കൂടി ഇച്ചിരി കൂടെ കൊത്തി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നമ്മളിടുന്നത് ഇത് ആദ്യം ഇച്ചിരി തേങ്ങാക്കൊത്തിടുന്നു. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് ചെറിയുള്ളി 3-4 പച്ചമുളക്, തക്കാളി പഴുത്തത്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, ഇത്രയും നമ്മൾ ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ സവാള നമ്മളൊന്ന് വഴറ്റി അരയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അരച്ചാണ് നമ്മൾ ചേർക്കുന്നത് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഇങ്ങനെ പീസസ് ഇങ്ങനെ എടുത്ത് ഓരോന്നിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കനെല്ലാം ഇട്ട് നമ്മളൊന്ന് ഇളക്കി ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി അത് തന്നെ അങ്ങ് വെന്തോളും. ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ മസാല ഇങ്ങനെ മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂണ് ചിക്കൻ മസാല, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് ചിക്കനകത്ത് നിന്നുള്ള ഇറങ്ങിയ വെള്ളമാണ്, ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഏകദേശം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധനം കൂടി ഇതിനകത്ത് ഞാൻ ചേർത്ത് പറയാനായിട്ട് മറന്നു പോയതാണ്. മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു 2-3 സ്പൂണ് തൈരും കൂടെ അതിൽ ആഡ് ചെയ്ത് ഇളക്കി വെക്കുന്നത് ഗ്രേവിക്ക് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൂപ്പിച്ച് വെച്ചിരുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. മൂപ്പിച്ച് വെച്ച മസാലയാണ്. അത് നമ്മളിതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കുന്നു. ഇങ്ങനെ ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാളയാണ്. സവാള ഒന്ന് മൂപ്പിച്ച് നമ്മൾ മിക്സിയിലൊന്ന് അരച്ച് വെച്ചിരിക്കുകയാണ്. അത് ഗ്രേവിക്കാണ്. അത് നമ്മുടെ ഓപ്ഷണലാണ്. ഇതൊരു വെറൈറ്റി. എപ്പോഴും നമ്മൾ സവാള മൂപ്പിച്ച് ചേർക്കുകയാണല്ലോ. ഇതൊരു വെറൈറ്റി ആയിട്ട് ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് നല്ല ഗ്രേവി, തിക്ക് ഗ്രേവി കിട്ടും. അതേ ഉള്ളതിൻ്റെ പ്രത്യേകത. ഇതിങ്ങനെ അങ്ങോട്ടിട്ട് ഇളക്കിയെടുക്കുന്നു.
ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല ഗ്രേവിയോടുകൂടെ തന്നെ തിക്കായിട്ട് ലഭിച്ചിട്ടുണ്ട്. നല്ല ചിക്കൻ കറിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ ചിക്കൻ മസാലയുടെയൊക്കെ പരസ്യത്തിൽ കാണുന്നത് പോലെയുള്ള ചിക്കൻ കറിയാണ്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസും കൂടെ തയ്യാറാക്കാം. നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ പോകുന്നു. ആദ്യം ഉരുളി വെച്ച് നെയ്യ് ഒഴിച്ചിരിക്കുകയാണ്. ചോറ് നമ്മൾ ബസുമതി റൈസ് വെന്ത് വെച്ചിരിക്കുകയാണ്. സാധാരണ ചോറ് വയ്ക്കുന്നത് പോലെ തന്നെ വെന്ത് വെച്ചിരിക്കുന്നു. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങൾ അത് അങ്ങോട്ടിടുന്നു. പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങോട്ടിടുന്നു. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ സവാള, തക്കാളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു, അതങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് മൂത്ത് ചേർത്ത് അതിനോടൊപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റല്ല, ഇച്ചിരി ചതച്ചതാണ്. അതും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് ഡയറക്റ്റ് ചോറ് അങ്ങ് എടുത്ത് തട്ടിയിട്ടിട്ട് അതിലേക്ക് ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും വിതറിയിട്ടുണ്ട്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, കിസ്മിസ് അത് നമ്മൾ ചേർക്കുന്നു. അതിങ്ങനെ നമ്മളങ്ങോട്ട് നെയ്യിലാണ് വറുത്തത്, അതിങ്ങനെ ആ നെയ്യോടുകൂടെ തന്നെ നമ്മളതങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്തിരി എസൻസും പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി പൈനാപ്പിൾ എസൻസ് ഒഴിക്കുന്നു. ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു മുകളിൽ. അത് മാത്രമേ ഉള്ളൂ. അത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.